35-40 ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഏകദേശം 7 ലക്ഷം റുപ്യ ഡിഫറൻസ് ആയില്ലേ? നല്ല പ്രൊഫൈലിലാക്കി ഫുൾ ഓണും ഫുൾ ഓണും കൊടുക്കാം. ഇനി നമ്മളെ ചാനൽ കണ്ടുവരുന്ന ആൾക്ക് നമ്മൾ ഡിസ്കൗണ്ട് സ്പെഷ്യൽ വേറെ കൊടുക്കാം, വേറെ സ്പെഷ്യൽ കൊടുക്കാം. അപ്പൊ നമുക്ക് മാക്സിമം എത്ര വരെ കുറച്ചെടുക്കാം? ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ തന്നെ. അപ്പൊ 1 രൂപ പോലും മുടക്കണ്ട നമുക്ക്. ഡിയർ ഫ്രണ്ട്സ്, ചെറിയ ബഡ്ജറ്റില് നല്ല പുതിയ കാറുകൾ, മോഡൽ കൂടിയതും ചെറിയ ഡൗൺ പേയ്മെന്റിലൊക്കെ വാഹനങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാണോ 2023 മോഡൽ നമുക്കൊരു പുതിയ വാഹനം എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇതാണോ വെറും 2700 കിലോമീറ്റർ ഓടിയ വാഹനം. നമുക്ക് കമ്പനി വില നോക്കണമെങ്കിൽ ലക്ഷങ്ങൾ വിലക്കുറവിൽ നമുക്ക് നല്ല SUV സ്വന്തമാക്കാം. ന്യൂ മോഡൽ വാഗ്നർ ഉണ്ട്. ചെറിയ ബഡ്ജറ്റിൽ നോക്കുന്നത് 800 ഒക്കെ ഉള്ള ഒരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്നുള്ള കമ്പനി വാറണ്ടിയിലുള്ള വാഹനങ്ങളൊക്കെ നമുക്ക് ലക്ഷങ്ങളുടെ വിലക്കുറവിൽ, അതും 50,000, 60,000, 70,000, അതായത് 1 ലക്ഷത്തിന് താഴെയുള്ള നല്ല ഡൗൺ പേയ്മെന്റ് നമുക്ക് സ്വന്തമാക്കുന്ന നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. SUVകളുണ്ട്, ഹാച്ച് ബാക്കുകളുണ്ട്, അങ്ങനെ എല്ലാ സെഗ്മെന്റ് ഉൾപ്പെടുത്തിയുള്ള നല്ലൊരു അടിപൊളി വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ്സാക്കേണ്ട, ഫുള്ള് കണ്ടോളി. തീർച്ചയായിട്ടും നിങ്ങൾ അന്വേഷിക്കുന്ന ഒരു വാഹനം എന്തായാലും ഒരു ഇതിലുണ്ടാവും. അപ്പോൾ നമുക്ക് 100% ഗ്യാരണ്ടിയിൽ ടെൻഷനൊന്നുമില്ലാതെ മനസ്സമാധാനത്തോടു കൂടി ഒരു യൂസർ കാർഡ് എടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കേണ്ട, നേരെ നിങ്ങൾ മഞ്ചേരി നമ്മളെ സൂപ്പർ കാർസിക്ക് പോരി. താഴെ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഏത് സമയത്തും കോൺടാക്ട് ചെയ്യാം, വാട്സപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് നമ്മുടെ കൂടെ ഉള്ളത് ഇർഷാദാണ്. നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്തിട്ട് അത്യാവശ്യം നമ്മള് പുതിയ കുറച്ച് കളക്ഷൻസ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അല്ലേ? യെസ്. അപ്പൊ നമുക്ക് എങ്ങനെയായിരുന്നു, നമുക്ക് പിന്നെ ഇതിന്റെ ഒരു കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ? ഇത് മഞ്ചേരി ഭാഗത്ത് നിന്ന് മലപ്പുറം റോഡിൽ 2 കിലോമീറ്റർ മാറിയിട്ട് മുട്ടിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. യെസ്. അപ്പൊ നമുക്ക് പിന്നെ മാക്സിമം നമുക്ക് പ്രൈസ് കാര്യങ്ങളൊക്കെ കുറച്ച് കൊടുക്കാം അല്ലേ? കൊടുക്കാം. യെസ്. അപ്പൊ അത്യാവശ്യം നല്ല കളക്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് ടോട്ടൽ ഏകദേശം എത്രത്തോളം സ്റ്റോക്ക് വരുന്നുണ്ട് നമുക്ക് ഇവിടെ? നമുക്ക് ഏകദേശം ഒരു 35-40 വണ്ടിയോളം സ്റ്റോക്ക്. 35-40 വണ്ടിയോളം ഉണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ SUV സെഗ്മെന്റുകളാണ് ഉള്ളത്. അപ്പൊ നമുക്ക് നല്ല ബഡ്ജറ്റുള്ള എല്ലാ വാഹനങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് 800 തുടങ്ങാം അല്ലെ? ചെറിയ വണ്ടി ആദ്യം തന്നെ തവണ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു വണ്ടി. 69 രജിസ്ട്രേഷൻ കാര്യങ്ങള്. നമ്മുടെ ഏറ്റവും ന്യൂ ഫേസ് BS6 വണ്ടി അല്ലേ? എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ? 2021 വണ്ടി VXi ആണ്. ഓക്കെ. അതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 49,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. നമുക്ക് എല്ലാ വാഹനങ്ങൾക്ക് ഗ്യാരണ്ടി കൊടുക്കാമല്ലോ? മേജർ ആക്സിഡന്റ്, ടോട്ടൽ ലോസ് ഫുൾ ഗ്യാരണ്ടി അല്ലേ? അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് വണ്ടി റിട്ടേൺ എടുക്കും. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. നമുക്ക് എത്ര ഇതിന് ചോദിക്കണേ? ഇത് നമ്മള് 3,65,000. 3,65,000 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 35-40 ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അപ്പൊ അതും ചെറിയ കിലോമീറ്റർ എന്ന് പറയുന്നത്. നല്ല ട്രാക്കുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് 20 റുപ്യക്ക് നമുക്ക് ഈ ഒരു വണ്ടി സ്വന്തമാക്കാം അല്ലെ? ഓക്കെ. അടുത്ത തവണ നമുക്ക് വാഗ്നർ അല്ലെ? ന്യൂ മോഡല് വാഗ്നറിൽ നമുക്ക് 2 എൻജിൻ വരുന്നുണ്ട്. അതായത് ഇത് പെട്രോൾ ആണ്. നമുക്ക് നേരത്തെ പരിചയപ്പെട്ട പെട്രോൾ ആണ്. ചെറുവാഹനങ്ങൾ ആദ്യം പെട്രോൾ ആയിരിക്കും. മാരുതിയിൽ ഇപ്പൊ നമുക്ക് 20 ശേഷം ഡീസൽ വാഹനങ്ങൾ ഇറങ്ങിയിട്ടില്ല. അപ്പൊ ആളുകൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഡീസൽ എന്താണ് പറയാത്തതെന്നൊക്കെ. അപ്പൊ നമുക്ക് ഇത് പെട്രോൾ ആണ്. ഇത് 1.2 ആണോ 1 ലിറ്റർ ആണ്? 1.2 ZXi ഓട്ടോമാറ്റിക് ആണ്. ZXi ഓട്ടോമാറ്റിക് 1.2. അതായത് നമ്മുടെ സ്വിഫ്റ്റിലൊക്കെ വരുന്ന സെയിം എഞ്ചിൻ അല്ലേ? ഇത് ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? ഇത് സിംഗിൾ ഓണർഷിപ്പ് 2019 ZXi 1.2 ഓട്ടോമാറ്റിക് 29,000 കിലോമീറ്ററോടെ ഉണ്ട്. 29,000 കിലോമീറ്റർ അല്ലേ? ഫുൾ കമ്പനി സർവീസ് അല്ലേ വരുന്നത്? ഫുൾ കമ്പനി സർവീസ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ അല്ലേ? ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. നമ്മൾ എത്ര ഇതിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് 6,10,000 രൂപ. 6,10,000 അല്ലേ? ഇത് നമുക്ക് ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ്? 50-60 ഉറുപ്പ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി നമുക്ക് ലോൺ ചെയ്ത് നമുക്ക് വണ്ടി ഇറക്കാൻ ചെയ്യും. അപ്പൊ ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റും. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. അപ്പൊ നമുക്ക് അത് സിംഗിൾ ഓണർ വണ്ടി. മൈലേജ് നമുക്ക് എത്രയ്ക്ക് പ്രതീക്ഷിക്കാം? മൈലേജ് നമുക്ക് ഇതിന് 16 ആ റേഞ്ചിൽ പ്രതീക്ഷിക്കാം. അടുത്താണ് നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ നമ്മൾ ഏറ്റവും ഹൈലൈറ്റ് ആയ ഒരു വാഹനം. വെറും 2,700 കിലോമീറ്റർ മാത്രം എഴുതിയ വണ്ടി അല്ലെ? ഓടിയ വണ്ടി. റെനോ കൈഗർ അല്ലെ? 21 രജിസ്ട്രേഷൻ, ഡോൾ ടൂണ്. ഇത് പെട്രോൾ മാത്രമല്ല ഇറങ്ങിയിട്ടുള്ളൂ. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2023 വണ്ടി, 7ാം മാസം വണ്ടിയാണ്. 2,700 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. RXT ഓപ്ഷണൽ. ഓക്കെ. ഡുവൽ ടൂൺ അത് വരുന്നത്. കമ്പനി വാറണ്ടി ബാക്കിയെല്ലാം ബാക്കി കമ്പനി വാറണ്ടി ഉണ്ട്. ഈ 2,700 ഓടിയ ടയർ കാര്യങ്ങളൊക്കെ അല്ലെ? എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് 7,65,000. 7,65 അല്ലേ? ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് കണ്ടി വണ്ടി ഇറക്കാൻ പറ്റുന്നത്? ഇത് നമുക്ക് നല്ല ട്രാക്കുള്ളതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ തന്നെ. അപ്പൊ 1 രൂപ പോലും മുടക്കണ്ട, നമുക്ക്
ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സബോമീറ്റർ അല്ല. അടുത്താണ് നമുക്ക് ഹുണ്ടായുടെ വെന്യൂ നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. കേൾട്ടൺ നമ്മളെ മലപ്പുറം വണ്ടി തന്നെയാണ്. ഡീസലാണോ പെട്രോൾ ആണോ? പെട്രോൾ DCT ഓട്ടോമാറ്റിക്. DCT ഓട്ടോമാറ്റിക് അല്ലേ. ഇത് മൈലേജ് നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? മൈലേജ് ഇതൊരു 14-15 ആ റേഞ്ചിലാ. ഇതെങ്ങനെയായിരുന്നു മോഡല്? 2020 മോഡല്, 52,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ഓക്കെ. മറ്റേ ആക്സിഡന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. നമുക്ക് എത്രയാണ് ഇതിന് ചോദിക്കുന്നത്? ഇത് നമ്മൾ 9.25. 9.25 അല്ലേ. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതെ. പിന്നെ സ്റ്റിയറിംഗ് മോൾഡ്, കൺട്രോൾസ്, ക്രൂസ് കൺട്രോൾ കാര്യങ്ങൾ, അങ്ങനെ എല്ലാ സെറ്റിംഗ്സും എല്ലാം ഏറ്റവും ടോപ്പ് അല്ലേ. നമ്മള് ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അടുത്ത ഡീസൽ ബ്രസ് അല്ലേ. ഡീസൽ ബ്രസ് നമുക്ക് നിലവിൽ ഇപ്പൊ മാരുതിയില് ഡീസലുകൾ 20 ശേഷം ഇറങ്ങിയിട്ടില്ല. പക്ഷെ നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് നല്ലൊരു വണ്ടിയാണ്. ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ഒരു വണ്ടി അല്ലേ. ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കമ്പനി അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018-19 രജിസ്റ്റർ ZDI. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 1,24,000 കറക്റ്റ് കമ്പനി സർവീസ് ചെയ്ത വണ്ടി. സർവീസ് എല്ലാം കഴിഞ്ഞാണ്. ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. നമുക്ക് എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമുക്ക് 8,25,000 രൂപ. 8,25,000. നമുക്ക് എല്ലാ പ്രൈസും അഡ്ജസ്റ്റബിൾ ആണ്. ഇതൊന്നും ഫൈനൽ പ്രൈസ് അല്ല. നമ്മളെ വീഡിയോ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാലോ. അപ്പൊ നമുക്ക് എന്തായാലും നിങ്ങൾ ചോദിച്ചു തന്നെ വാങ്ങണം. നമ്മള് വീഡിയോ കണ്ടു വരികയാണെന്നുള്ള അതിന് എന്തായാലും നിങ്ങൾക്ക് മാക്സിമം വില കുറച്ച് തരും. ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് കിട്ടി വണ്ടി? 50 ഉറുപ്പ ഉണ്ടെങ്കിൽ നല്ല ട്രാക്കുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ബാക്കി വണ്ടി ഇറക്കാൻ ചെയ്യൂല. ഏകദേശം നമുക്ക് മൈലേജ് ഒക്കെ എത്ര പ്രതീക്ഷിക്കാം? 20 മൈലേജ് പ്രതീക്ഷിക്കാം അല്ലെ. അടുത്താണ് ഒരു സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ഒരു കിടലിന് SUV ആണ്. ടാറ്റ നെക്സോൺ, അതിന്റെ ഫസ്റ്റ് ജെൻ അല്ലേ. KL4 ആലപ്പി രജിസ്ട്രേഷൻ ആണ്. 11 നല്ല ഫാൻസി നമ്പറാണ്. ഇതെങ്ങനെയായിരുന്നു? ഡീസലോ പെട്രോളോ? ഇത് ഡീസലാണ്. 2018 എക്സാക്ട് പ്ലസ് ഏറ്റവും ടോപ്പ് വേരിയന്റ്. ഓക്കെ. ഇതിന് നമുക്ക് മൈലേജ് എത്ര പ്രതീക്ഷിക്കാം? മൈലേജ് 20 കിട്ടും. 20 പ്രതീക്ഷിക്കാം അല്ലെ. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ 5 സ്റ്റാർ റേറ്റിംഗ് ആണ്. നല്ല ബോഡി വെയിറ്റും നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ അല്ലെ. 85,000 കിലോമീറ്റർ ഓടിക്കണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് 7,35,000 രൂപ കൊടുക്കും. 35 പിന്നെ അതിന് നമുക്ക് പല മോഡുകളൊക്കെ ഉണ്ട്. ഡ്രൈവിംഗ് മോഡുകളൊക്കെ നമ്മൾ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഹർമന്റെ മ്യൂസിക് സിസ്റ്റം, അതേപോലെ വോയിസ് മെയിൽ കാര്യങ്ങൾ, അത്യാവശ്യം എല്ലാം കമ്പനി ഇൻബിൽട്ട് ആയിട്ട് വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ്. ഒരു സൺറൂഫിന്റെ കുറവുണ്ട് അല്ലെ. അന്ന് സൺറൂഫ് ഈ ഒരു മോഡലിൽ വരുന്നില്ല. ആ ഒരു പ്രശ്നമുള്ളൂ. ബാക്കി എല്ലാം കമ്പനി ഇൻബിൽട്ട്. പിന്നെ 20 വരെ മൈലേജും പ്രതീക്ഷിക്കാം. അടുത്താണ് നിസാൻ കിക്ക് അല്ലെ. കിക്സ് എങ്ങനെയായിരുന്നു നമുക്ക് മോഡല് കാര്യങ്ങൾ? ഇത് 2021 XV പ്രീമിയം ടർബോ പെട്രോൾ എഞ്ചിനാണ്. ടർബോ എന്ന് പറഞ്ഞാൽ പെട്രോൾ ആയി. മൈലേജ് എത്ര പ്രതീക്ഷിക്കാം? മൈലേജ് ഒരു 15. പെർഫോമൻസ് ഡീസൽ വണ്ടി ഉപയോഗിക്കണ പോലെ ഉപയോഗിക്കാം. ആ ഒരു പെർഫോമൻസ് ഉണ്ടാവും. ടർബോ ആയുള്ള ഒരു ഗുണം അതാണ്. 1.5 ഇഞ്ചിനാ വരിക. ഓക്കെ. 15 മൈലേജും അല്ലേ. പിന്നെ നമ്മള് KL1 ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ ആണ്. അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് അല്ലേ. ഇത് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സിംഗിൾ ഓണർ, 59,000 കിലോമീറ്റർ ഓട്ടം. ഓക്കെ. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഫുൾ കമ്പനി സർവീസ് അല്ലേ. ഇത് പുതിയ വണ്ടിക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 15,76,000 രൂപയാണ്. 15,76,000. നമ്മളിവിടെ ചോദിക്കുന്നത് നമ്മളിത് 8.25 രൂപ കൊടുക്കാം. ഏകദേശം 7 ലക്ഷം രൂപ ഡിഫറൻസ് ആയില്ലേ. നല്ല പ്രൊഫൈലിലാക്കി ഫുൾ ഓണും കൊടുക്കാം. അപ്പൊ ധൈര്യമായിട്ട് വന്നോളി. നല്ലൊരു വണ്ടി അല്ലേ. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അല്ലെ. ഒന്നും ചെയ്യിക്കാൻ നല്ല പെട്രോൾ അടിച്ച് ഓടിയാൽ മതി അല്ലേ. അടുത്താണ് നമുക്ക് നല്ലൊരു സെഡാന് നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി വണ്ടിയാണ് ഹോണ്ട അമേസ്. ഡീസൽ പെട്രോളോ? ഡീസൽ. മൈലേജ് പറഞ്ഞാണ് നിങ്ങള്? മൈലേജ് 23-24 കൺഫേം ആണ്. അതായത് നമുക്കൊരു ബുള്ളറ്റ് ഓടിച്ചു കൊണ്ടെടുക്കുന്ന ചെലവിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വണ്ടി. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് ആണോ? ഏറ്റവും ടോപ്പ് എൻഡ് 2019 വണ്ടി. 58,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 58,000 കിലോമീറ്റർ. അപ്പൊ ചെറിയ കിലോമീറ്ററിൽ ഒരു അമേസ് നോക്കുന്നുണ്ടെങ്കിൽ വേഗം വന്നോളി അല്ലേ. നല്ലൊരു അടിപൊളി ഓപ്ഷൻ ആണ്. ഒന്നാമത് എന്താ വെച്ചാൽ ഇത്ര ചെറിയ കിലോമീറ്ററിൽ നമുക്കൊരു അമേസ് കിട്ടാൻ പാടാണ് അല്ലെ. അത് നമ്മൾ ടാക്സിയിലൊക്കെയാണ് കൂടുതൽ. എന്താ വെച്ചാൽ അത്രയും മൈലേജും ആണ്, കുറഞ്ഞ മെയിൻ്റെനൻസും ആണ് ഈ വണ്ടിക്ക് വരുന്നത്. നമ്മൾ എത്ര ചോദിക്കുന്നത് ഇതിന്? ഇത് നമുക്ക് 8,35,000. 8.35 അല്ലേ. ഏകദേശം നമുക്ക് എത്ര ലോണൊക്കെ ചെയ്യാൻ പറ്റും? നമുക്കൊരു 60 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ചെറിയ ലോ കിലോമീറ്ററിൽ നല്ലൊരു ഡീസൽ വണ്ടി മൈലേജ് നോക്കുന്നവർക്ക് അല്ലെ. അടുത്ത ഒരു പ്രീമിയം ലെവലിലൊക്കെ നമുക്ക് നോക്കുന്ന ഒരു വണ്ടിയാണ് നമ്മള് ഓൾട്ടിസ് അല്ലെ. അതിന്റെ ന്യൂ ഫേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. KL5 കോട്ടയം രജിസ്ട്രേഷൻ ആണ് വണ്ടി വരുന്നത്.
ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 ഏറ്റവും ടോപ്പിന്റെ VL ഓട്ടോമാറ്റിക്. VL ഓട്ടോമാറ്റിക്, ഇതിന്റെ ഏറ്റവും ടോപ്പിന്റെ വണ്ടി അല്ലേ? പെട്രോൾ ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക്, പിന്നെ പെട്രോൾ തന്നെ ഉള്ളൂ. 1.8 ഒറ്റ സെഗ്മെന്റ് വന്നിട്ടുള്ളൂ പെട്രോൾ അല്ലേ? CVT ആണ് ഗിയർ ബോക്സ് വരിക. ഓക്കെ. പിന്നെ അതിന്റെ അലോയി കാര്യങ്ങളെല്ലാം പക്കയാണ് വണ്ടി അല്ലേ? അതെ അതെ. ഇതിന് നമുക്ക് പിന്നെ സൺറൂഫ് ടയോട്ട ആദ്യം കൊടുക്കണില്ല അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. നമ്മൾ എത്ര ചോദിക്കുന്നത്? ഇത് നമ്മള് 12,25,000 രൂപ. ഫ്രഷിന് ഏകദേശം എത്ര? 24,300,000 രൂപ ഓൺ റോഡ് വില വരുന്ന വണ്ടിയാണ്. നമ്മള് അപ്പൊ ഏകദേശം പകുതി വില ആയിട്ടുണ്ട്. ഏകദേശം ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് ഒരു 10-10.5 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 2 സംതിങ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റൂല. അതിന്റെ തന്നെ മറ്റൊരു മോഡൽ നമുക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് റീവണ്ടിയാണ്. ഇനിയപ്പോ ചെറിയ ബഡ്ജറ്റിൽ ഇങ്ങനത്തെ ഒരു വണ്ടി വേണം. എല്ലാം കഴിഞ്ഞ് നമ്പർ ആയിട്ടുണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു? ഡീസലോ പെട്രോളോ? ഡീസലാണ്. 2014 ജെ ഓപ്ഷൻ. ഇത് മൈലേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ? മൈലേജ് എന്തായാലും 20ന്റെ മുകളിൽ കിട്ടും. ഇത് ഒന്നാമത് ലോ മെയിൻ്റെനൻസിലുള്ള ഒരു നല്ലൊരു വണ്ടി എന്ന് പറയാം. അത്യാവശ്യം മൈലേജും കിട്ടും അല്ലെ? ഇത് നമുക്ക് എങ്ങനെയാണ്? ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമുക്ക് 6,85,000. 6,85,000 അല്ലേ? അപ്പൊ നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും ഇതിന്? ലോണൊക്കെ നമുക്ക് ഒരു 5 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 5 ലക്ഷം രൂപ വരെ നമുക്ക് ലോണും ചെയ്യാം. അപ്പൊ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നമുക്ക് നല്ലൊരു മൈലേജ് കിട്ടുന്ന നല്ലൊരു അടിപൊളി സെഡാൻ നമുക്ക് കൊണ്ടുപോകാം. അടുത്ത തവണ വീണ്ടും നല്ലൊരു കിട്ടുന്ന സെഡാനാണ് ഹോണ്ടയുടെ സിറ്റി. ഡീസലാണോ അത് പെട്രോൾ ആണോ? ഡീസലാണ്. ഡീസൽ. ഇത് മൈലേജ് എന്ന് പറഞ്ഞാൽ മൈലേജ് 22-23 കൺഫേം. നമ്മള് അമേസ് ഒക്കെ പറഞ്ഞ പോലെ ഡെയിലി യൂസിന് പറ്റുന്ന നല്ലൊരു വണ്ടിയാണ്. മെയിൻ്റെനൻസ് വളരെ കുറവുള്ള ഒരു വണ്ടിയാണ്. പിന്നെ ഇന്റീരിയറും നല്ല സ്പേഷ്യസ് ആണ്. നല്ല യാത്ര കംഫർട്ടും നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വണ്ടി. എത്ര നമ്മള് ചോദ്യമൊക്കെ? ഇത് നമ്മൾ 5,60,000. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1.13 അല്ലേ? പിന്നെ നമുക്ക് വെൽ മെയിൻറ്റൈൻഡ് ആണ്. നമുക്ക് ഹോണ്ടയുടെ എഞ്ചിന് ടയോട്ട പോലെ തന്നെ വലിയൊരു പ്രോബ്ലം കാര്യങ്ങളൊന്നും വരില്ല. പക്ഷെ മൈലേജും കിട്ടും. അപ്പൊ നമ്മള് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് 40-50 രൂപ ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് 5 ലക്ഷം രൂപ വരെ കൺഫേം ആയിട്ട് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം അല്ലെ? ചെറിയ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. ഒറിജിനൽ കേരള വണ്ടി. വീണ്ടും നമുക്ക് ഓൾട്ടിസ് വീണ്ടും ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നോക്കുന്നവർക്ക് നല്ലൊരു വണ്ടി ഉണ്ട് അല്ലെ? അത് നമ്മൾ എങ്ങനെ ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് 2.80 2008 ഓട്ടോമാറ്റിക് ആണ്. 2.80 അല്ലേ? അടുത്ത തവണ നമുക്കൊരു ന്യൂ മോഡൽ സ്വിഫ്റ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. KL6 ഇടുക്കി രജിസ്ട്രേഷൻ അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2020 വണ്ടി VXI 60,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഓക്കെ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് 6,35,000 രൂപ കൊടുക്കാം. 6,35,000 അല്ലേ? നമുക്ക് മൈലേജ് ഒരു 18 ഒക്കെ കിട്ടും. 18 ഒക്കെ കിട്ടും. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 50 രൂപ ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് 50 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അടുത്ത വീണ്ടും നമുക്കൊരു നെക്സോൺ വീണ്ടും വരുന്നുണ്ട്. ഒരു കളർ ചേഞ്ച് അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2018 നെക്സോൺ ആണ്. ഡീസൽ ആണ്. XM വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. നമുക്ക് റേറ്റ് പറഞ്ഞു കൊടുത്താലോ? ഓഫർ റേറ്റിൽ കൊടുക്കാം. ഓക്കെ. ഇത് നമുക്ക് 6,40,000 രൂപ കൊടുക്കാം. 6,40,000 ഒരു ബെസ്റ്റ് പ്രൈസ്. സ്പെഷ്യൽ റേറ്റ് ആണ് അല്ലേ? നല്ലൊരു ട്രാക്ക് ഉള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ഫുൾ ലോണും കൊടുക്കാം. ഫുൾ ലോണും കൊടുക്കാം. മൈലേജ് ഒരു 20 കിട്ടൂല ധൈര്യമായിട്ട്. ബാക്കി എഞ്ചിന് മെക്കാനിക്കലൊക്കെ പക്ക സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. നമുക്ക് എത്ര പിന്നെ ഓട്ടം എത്രയായിരുന്നു പറഞ്ഞാൽ? ഇത് 92,000 കിലോമീറ്റർ. 92,000 കിലോമീറ്റർ. ടയർ കാര്യങ്ങളെല്ലാം അത്യാവശ്യം ഉണ്ട്. അടുത്താണ് നമുക്ക് വീണ്ടും റെനോ ക്യാപ്ചർ ഇല്ല? അത്യാവശ്യം ഒന്നുകൂടി നമുക്ക് ലെങ്ത് കാര്യങ്ങളൊക്കെ കൂടിയ ഒരു SUV ആണ്. ഇത് ഡീസലാണ് വരുന്നത്. ഡീസൽ. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് വണ്ടി. മോഡല് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 2018-19 റേസർ 71,000 കിലോമീറ്ററുടെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ. ഇപ്പൊ പുതിയൊരാള് വണ്ടി എടുക്കുകയാണെങ്കിൽ കമ്പനിയിൽ എക്സ്റ്റെൻഡ് ആയിട്ട് 24,000 രൂപ അടച്ചു കഴിഞ്ഞാൽ കമ്പനി വാറണ്ടി അടുത്ത എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്ക് കമ്പനി വാറണ്ടി വരെ എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന വണ്ടി അല്ലേ? ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു? ഇത് 72,000 കിലോമീറ്റർ. നമ്മള് എത്ര മൈലേജ് ഒക്കെ ഇതിന് എത്ര പ്രതീക്ഷിച്ചു? 18 എന്തായാലും കിട്ടൂല. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് നമുക്ക് 6,70,000. ലോൺ ഏകദേശം ലോൺ നമുക്ക് 6 ലക്ഷം രൂപ വരെ ലോൺ ചെയ്ത് കൊടുക്കാം. 10-25 രൂപ വേണ്ടി സുഖമായിട്ട് നമുക്ക് ഈ ഒരു വണ്ടി ഇറക്കാം. നല്ല മൈലേജ്. ഒരു 10 രൂപ കൂടി നമ്മൾ 24 രൂപ മുടക്കാൻ നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി കൂടി എടുക്കാൻ പറ്റുന്ന. അടുത്ത തവണ നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് നല്ലൊരു സെഡാനാണ് നിസാന്റെ സണ്ണി. ഒരു 20-22 ഒക്കെ മൈലേജ് കിട്ടും. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യം? 2013-14 റേസർ XL 99,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 99,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ.
എത്ര നമ്മൾ ചോദ്യം? ഇത് നമുക്ക് 2,80,000 രൂപ കൊടുക്കും. ഒരു ബെസ്റ്റ് പ്രൈസ്. അതെ, കേരള വണ്ടി ഉള്ളത്. ഇനി നമ്മളെ ചാനൽ കണ്ടുവരുന്ന ആൾക്ക് നമ്മൾ ഡിസ്കൗണ്ട് സ്പെഷ്യൽ വേറെ കൊടുക്കാം, വേറെ സ്പെഷ്യൽ കൊടുക്കാം. അപ്പൊ നമുക്ക് മാക്സിമം എത്ര വരെ കുറച്ചെടുക്കാം? 2,65 നമുക്ക് ഫൈനൽ കൊടുക്കാം. ഫൈനൽ റേറ്റ് നെറ്റ് പ്രൈസ് അല്ലേ? നമ്മൾ വീഡിയോ കണ്ടു വരുന്നവർക്ക് നെറ്റ് പ്രൈസ് ആണ്. അപ്പൊ ലോൺ എത്ര വരെ ചെയ്ത് കൊടുക്കാൻ പറ്റും? ലോൺ നമുക്ക് 2 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ. 10 ഉറുപ്പിക സുഖമായിട്ട്, 65 ഉറുപ്പിക സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റൂല. അടുത്താണോ നല്ലൊരു കിഡ്ലൻ SUV നിസാൻ ടെറാനോ അല്ലെ? ഇത് 85 നല്ല മൈലേജ് ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും അല്ലെ? എങ്ങനെയായിരുന്നു മോഡൽ? 2013 മോഡല് എക്സൽ ഓപ്ഷനിലാണ്. 90 സംതിങ് ഓട്ടുണ്ട്. മൂന്നാമത്തെ ഓണർ. അതെ. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 4,15,000. 4,15. ഒരു ഹാച്ച് ബാക്കിന്റെ പൈസ പോലെ ആണല്ലോ നല്ല SUV ഉണ്ടോ അല്ലെ? അത് നല്ല മൈലേജ് കാര്യങ്ങൾ കിട്ടും. ഒരു 18-20 എന്തായാലും കിട്ടൂല? കിട്ടും. നമുക്ക് ഏകദേശം എത്ര വരെ ലോൺ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 3,500 രൂപ വരെ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം. 3,500 രൂപ വരെ നമുക്ക് ലോണും ചെയ്യാം. ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതേപോലെ അലോയി കാര്യങ്ങള്. ഇതിന് എക്സൽ ഓപ്ഷനിലാണ്. ഒരു എക്സ്പീം കൂടി വരാണ്ട് ഇതില് സൺറൂഫ് ഒന്നുമില്ല. പ്രത്യേകിച്ച് ചെറിയൊരു മാറ്റം എന്ന് പറയാന് ഉള്ളില് സ്റ്റീരിയോന്റെ പിന്നെ സ്റ്റിയറിംഗ് കൺട്രോളിന്റെയും ചെറിയൊരു ബാക്കി എല്ലാം വൈഫറുണ്ട്, അലോയിലുണ്ട്, എല്ലാം നമുക്ക് വരുന്നുണ്ട്. അടുത്താണ് നമുക്കൊരു കിഡ്ലൻ വാഹനം താറ്. നമുക്ക് ഇപ്പൊ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇറങ്ങിയിരുന്ന മോഡൽ അല്ല? ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2019 മോഡലാണ്. 71,000 കിലോമീറ്ററോടെ 4x4 താറ്. ഓണർഷിപ്പ് 3 ആയിട്ടുണ്ട്. അതിനുള്ള വിലക്ക് നമുക്ക് കൊടുക്കാം. ഇത് നമുക്ക് 8,35,000 രൂപ കൊടുക്കാം. 8,35. പിന്നെ നമ്മൾ ആ ഒരു സ്റ്റോക്ക് കണ്ടീഷൻ ആണ് വണ്ടി അഡീഷണൽ ആയിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ആ ഒരു കമ്പനി സ്റ്റോക്ക് കണ്ടീഷനിൽ വണ്ടി ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു അടിപൊളി വണ്ടി വേണമെങ്കിൽ ചെറുതായിട്ട് കളർ ട്രെയിൻ ചെയ്യാം. നമുക്ക് ഇതിൽ ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് 7 ലക്ഷം to 7 വരെ നമുക്ക് നല്ല ബാങ്കിങ്ങിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ലോണും ചെയ്ത് കൊടുക്കാം. അടുത്താണ് നമുക്ക് വീണ്ടും ഒരു അടിപൊളി ഇന്നോവ വരുന്നുണ്ട്. ഇന്നോവ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2014 മോഡല് 15 റേസർ Z ആണ് ഏറ്റവും ടോപ്പ് വേരിയന്റ്. കേരള വണ്ടി അല്ല, ഇത് നമ്പറായ വണ്ടിയാണ്. നമുക്ക് കിലോമീറ്റർ ഒക്കെ വാറന്റി കൊടുക്കാൻ പറ്റുമോ? 1,67,000 കിലോമീറ്റർ കാണിക്കുന്നത്. നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ ഇല്ല. എഞ്ചിന് മെക്കാനിക്കൽ അതൊക്കെ നമ്മള് വാറന്റി കൊടുക്കാം. പിന്നെ നമുക്ക് എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമ്മള് ചോദിക്കുന്നത് 9,95,000. 9,95 അല്ലേ? 14 മോഡൽ 15 റേസർ Z ആണ്. അന്നത്തെ ഏറ്റവും ടോപ്പിന്റെ വണ്ടി. നമുക്ക് ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എഞ്ചിന് മെക്കാനിക്കലൊക്കെ നമുക്ക് വാറന്റി കൊടുക്കാം. അപ്പൊ നമുക്ക് നമ്മളിതിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് താൽക്കാലികമായിട്ട് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത് നമുക്ക് ചെറിയ ഹാച്ച് ബാക്കുള്ള നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ് 19,000 കിലോമീറ്ററോടെ നല്ലൊരു അടിപൊളി വണ്ടി ഉണ്ട്. സ്പെഷ്യൽ വണ്ടിയാണ്, സ്പെഷ്യൽ റേറ്റ് ആണ്. സോ അടുത്തൊരു വീഡിയോക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്തോളി, മിസ്സാക്കണ്ട. നല്ല അടിപൊളി കളക്ഷൻസും അതും നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റും വേണമെങ്കിൽ ഫുൾ ഓൺലൈനിൽ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല അടിപൊളി വണ്ടികൾ ലീവൊക്കെ വരുന്നുണ്ട്. സോ എന്ത് ചെയ്തോളൂ, വെയിറ്റ് ചെയ്തോളി, മിസ്സാക്കണം. നല്ലൊരു അടിപൊളി വീഡിയോ നമുക്ക് ഉടനെ വരും. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മലപ്പുറം മഞ്ചേരി റൂട്ടിലെ മുട്ടിപ്പാലത്താണ് നമ്മുടെ സൂപ്പർ കാർസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വേഗം വിളിച്ചോളി. അപ്പോൾ എന്ത് ചെയ്തോളൂ, മിസ്സാക്കണം. 10-40 വാഹനങ്ങൾ നമുക്ക് ഇവിടെ വേണ്ടിയിട്ടുണ്ട്. മാക്സിമം നമ്മൾ വീഡിയോ കണ്ടവർക്ക് വില കുറച്ച് തരും. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഷോപ്പാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. റിയാസ് ആൻഡ് ഇർഷാദ് സൈനിങ് ഓഫ്.